ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾക്ക് ജീവിക്കണം. റേഷനരി പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതൊന്നും കാണാൻ ആരുമില്ല. ഇതാ ഒരു കേരള മാതൃക. ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കരുത് എന്നതിനുള്ള ഉത്തമ മാതൃക. ബാംബു കോർപ്പറേഷൻ 11 മാസമായി ശമ്പളമില്ല. 8 വർഷമായി PF തുക അടച്ചിട്ടില്ല. ഗ്രാറ്റുവിറ്റിയോ ആരോഗ്യ ഇൻഷുറൻസോ ക്ഷേമനിധിയോ ഇല്ല. അങ്കമാലിയിലെ ബാംബു ബോർഡ് ഫാക്ടറി തൊഴിലാളികൾക്ക് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. എൻ്റെ അപ്പച്ചൻ ബാംബു കോർപ്പറേഷൻ ഒരു ഈറ്റുവെട്ട് തൊഴിലാളിയായിരുന്നു. കാട്ടിൽ ഈറ്റ വെട്ടാൻ പോയപ്പോൾ മലയിൽ വെച്ചിട്ട് കാറ്റാണ് ചവിട്ടി എൻ്റെ അപ്പച്ചൻ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. ഇവിടെ ഈ സ്ഥാപനത്തിന് എനിക്ക് ജോലി തന്നത് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭാര്യ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യണ അറിഞ്ഞാണ് ഞാനിപ്പോൾ കഞ്ഞി ഒടിച്ച് പോകുന്നത്. ഞങ്ങളുടെ BPL കാർഡായിരുന്നത് APL കാർഡാക്കി മാറ്റി ഈ സർക്കാർ സ്ഥാപനത്തിൽ ജോലിയുള്ള പേരും പറഞ്ഞുകൊണ്ട്. മാനേജ്മെന്റിന്റെ നിഷ്ക്രിയത്വം തുടരുന്നതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് സ്ഥാപനം. 50-ലേറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ അവശേഷിക്കുന്നത് 20 പേർ മാത്രം. ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ തേടിയവരോട് അധികൃതരുടെ പ്രതികാര നടപടിയും. എത്രയോ പേര് ഈ കുടുംബം പോറ്റാൻ വേണ്ടി ഈ തൊഴിലാളികൾ 10-25 പേരും പേര് കൂലിപ്പണിക്കും സെക്യൂരിറ്റി പണിക്കും ഒക്കെ പോയേക്കാണ്. അവർ പോയി കഴിയുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ചെയ്യണത് എന്താ? അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മെമ്മോ അടിക്കൽ. എന്തോരം മെമ്മോ ഞങ്ങളുടെയൊക്കെ കബോർഡിൽ ഇരിക്കേണ്ടതെന്ന് അറിയുമോ? വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി, അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുമ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റപ്പെട്ടു. ഒരു ലോട്ടറി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം ഇവിടുന്ന് റിട്ടയർഡായിപ്പോയി. ഇന്ന് യാതൊരു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു. 2 പെൺകുഞ്ഞുങ്ങളാണ്. ആ പെൺകുഞ്ഞുങ്ങളുടെ ശാപം ഈ സർക്കാരിൻ്റെയും ഈ ബാംബു കോർപ്പറേഷൻ്റെ ഈ ചെയർമാൻ്റെയും ഒക്കെ തലയിൽ വന്ന് ഇടുത്തിയായി വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടികളുടെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നു. മെഷീനുകൾ തുരുമ്പെടുക്കുന്നു. KCB ഫ്യൂസ് ഊരിയിട്ട് 3 ആഴ്ച. തൊഴിലാളികളും ഇരുട്ടിൽ. ചെയർമാനും ഭരണസമിതിയും കണ്ണടച്ചുകൂടി ഇരുട്ടാക്കുന്നതോടെ സ്ഥാപനത്തിന്റെ പതനം പൂർത്തിയാകുന്നു. 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ നമുക്ക് ഒറ്റ വണ്ടിയിൽ കയറ്റിയാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് വിറ്റാൽ കാശ് കിട്ടും. ഇവിടെ അന്വേഷിച്ച് വന്നാൽ മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ബാംബു ഇവിടെ നിലവിലുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ന്യായീകരണങ്ങൾ നിർത്തി സർക്കാർ ഇടപെടണം. ആനുകൂല്യങ്ങൾ നൽകി തൊഴിലാളികളെ സംരക്ഷിക്കുകയോ മറ്റ് കോർപ്പറേഷനുകളിലേക്ക് വിന്യസിക്കുകയോ ചെയ്യണം. മന്ത്രിക്കും ഗവർണർക്കും ഉൾപ്പെടെ പല കോണിൽ പരാതിപ്പെട്ട് കാത്തിരിക്കുകയാണ് തൊഴിലാളികൾ. ഇവർ ഒരു ഉത്തരം അർഹിക്കുന്നുണ്ട്. ഈ ജില്ലയിലെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഈ ജില്ലയ്ക്ക് തന്നെ ഒരു അപമാനമാണ്. LDF സർക്കാർ വന്നതിന് ശേഷമാണ് ബാംബു കോർപ്പറേഷൻ ഇത്ര അധപതിച്ചത്. തലപ്പത്തെ കെടുകാര്യസ്ഥതയുടെ അടയാളമായി ഈ ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് വ്യവസായ മന്ത്രിയുടെ ജില്ലയിലാണ്. വ്യവസായ സൗഹൃദം എന്നത് അവിടെ നിൽക്കട്ടെ, കുറഞ്ഞപക്ഷം തൊഴിലാളി സൗഹൃദമെങ്കിലും ആകണ്ടേ ഇവിടം. അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, റദ്ദ് ചെയ്യുന്നത് അനേകം ജീവിതങ്ങൾ കൂടിയാണ്. ശരത് അമ്പാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമിലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.